ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് പത്തനാപുരം താലൂക്കിലെ കുരിയോട്ടുമല ഡയറി ഫാമിലാണുള്ളത്. ഇത് എഴുതിക്കുന്നതൊക്കെ തന്നെ ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫാം ബേസ്ഡ് ടൂറിസമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ഉള്ളിലെ കാഴ്ചകൾ നെറ്റിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 30 രൂപയാണ്. ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ 4 പേരടങ്ങിയ ഒരു കുടുംബത്തിന് 40 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നടന്നു പോകാനാണ് വിചാരിച്ചത്. പക്ഷേ വണ്ടിയിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഏകദേശം 108 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാമാണ്. അപ്പോൾ അതിൽ യാത്ര ചെയ്യാനായിട്ട് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ നടക്കാനാണെങ്കിൽ നല്ല ദൂരം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ബൈക്കിലാണ് പോകുന്നത്. ബൈക്കാണെങ്കിൽ ഒരു ബൈക്കിന് 20 രൂപ, കാറാണെങ്കിൽ 30 രൂപ. അപ്പോൾ ചാർജ് വ്യത്യാസമുണ്ട്. അപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് പലതായിട്ടാണ് തരുന്നത്. ഫാം ടൂറിസം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ കുരിയോട്ടുമല ഫാം ടൂറിസം ആണ്. ഹൈടെക് ഡയറി ഫാം. ഏകദേശം 650 പശുക്കൾ, 400 ആടുകളൊക്കെ ഉണ്ട്. ഒട്ടക പക്ഷി, എമു ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ 400ഓളം ആടുകളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ പലതരം ആടുകളുടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം തുടങ്ങുന്നത് മലബാർ ആടാണ്. കേരളമാണ് ഇതിൻ്റെ സ്വദേശം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. തുടർന്ന് അങ്ങോട്ട് പലതരത്തിലുള്ള എന്ന് പറയാൻ പല വെറൈറ്റിയിലുള്ള ആടുകളാണുള്ളത്. അപ്പോൾ ഓരോന്നിനായിട്ട് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ അതിൻ്റെ ശരീരഭാരം എത്ര ഉണ്ടായിരിക്കും, പിന്നെ നിറം കോമൺ ആയിട്ട് എന്താണ് കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിശ്രമിച്ച് നിൽക്കുക. ഇത് ബീറ്റലാട്, പഞ്ചാബുകാരനാണ്. ഇവിടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്ത്. ഇത് സ്വന്തം പേരിൽ സിനിമയുള്ള ആളാണ്. ഉത്തർപ്രദേശുകാരനാണ്. പിന്നെ കാമരാജല്ല, അവൻ മറ്റേ ബംഗാളികളുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ്. കണ്ടോ, ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ബോസ് തരുന്ന പുള്ളിയെ. അതെ, ചെറിയ ആളൊന്നുമല്ല. അവന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആണാടുകൾക്ക് 50 മുതൽ 60 കിലോഗ്രാം വരെ വരും. സിരോഹി എന്ന രാജസ്ഥാൻകാരൻ കേട്ടോ. ഇപ്പൊ ഒറിജിനലിലെ വെല്ല് നമുക്കൊരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് അവിടെ. നല്ല സൈസൊക്കെ ഉള്ള ഒരു സാധനം. നമ്മൾ ഇച്ചിരി വെട്ടം കുറഞ്ഞ് രാത്രിയിലൊക്കെ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും പേടിക്കും. അപ്പം ഒറിജിനലിലെ വെല്ല് നമുക്കുള്ള പ്രതിമകൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല സൂപ്പർ കലാകാരന്മാരുണ്ടാക്കിയ സാധനമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇവിടെ മയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിവിടെ വളർത്തുന്നതൊന്നും അല്ല. നമ്മൾ നിൽക്കുന്ന ഈ സാധനത്തിന് നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇത്ര അടുത്ത് സൂവിലൊക്കെ പോകുമ്പം ദൂരെ നിന്ന് തൂണ്ടില്ല കാണുന്നതാണ് ഒട്ടക പക്ഷി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സാധനമാണിത്. അനങ്ങാൻ പോലും വയ്യ നടക്കുന്ന സാധനം. ഇതിന്റെ ഒരു തൂവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓലക്കിറണക്ക് കിടക്കുക. പക്ഷെ നമുക്ക് വിരല് 2 ഉള്ളു കേട്ടോ. 2 വിരലേ ഉള്ളൂ, ഒരു നഖേ ഉള്ളൂ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ കുരിയോട്ടുമല ഫാമിൽ തന്നെ വരണം. ഒട്ടക പക്ഷിയുടെ മുട്ട വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എത്ര വരുന്ന മുട്ടയുടെ വില? 400 രൂപ. മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് എപ്പോൾ കിട്ടുമെന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ എപ്പോൾ ഇടുന്നോ അപ്പൊ കിട്ടും. അതുകൊണ്ടാ നിൽക്കുന്നത്. ഇവരൊക്കെ ഇച്ചിരി പ്രായമായ ആളാണ്. പക്ഷെ ആ പുള്ളിയുടെ കളർ ഉണ്ടോ? കറുപ്പാണ്, കട്ട കറുപ്പ്. അവരിൽ നിന്നൊക്കെ വെറൈറ്റി ആളാണ്. ഹൈടെക് അനിമൽ ഷെഡാണിത്. അനിമൽ ഷെഡ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഹൈടെക് ഫാം എന്ന് ഉദ്ദേശിക്കുന്നത് യന്ത്ര സഹായത്തോടു കൂടി പശുവിനെ കറക്കലും അതിനെ പരിപാലിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈടെക് ഫാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ കണക്ക് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെ മറ്റൊരിടത്തുണ്ട്. കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈടെക് ഫാം ഉണ്ട്. അത് ഇച്ചിരി കൂടെ ഫേമസ് ആണ് സാധനം. പക്ഷേ ഇത് നമ്മൾ അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. ഈ പശുവിൻ്റെ കാതിലിട്ടിരിക്കുന്ന സാധനം കണ്ടോ? കമ്മലിട്ട് കൊടുത്തേക്കുന്നതല്ല, ഇൻഷുർ ചെയ്യുന്നതാണ് അതിനെ. ഇവിടെയുള്ള എല്ലാ പശുക്കൾക്കും ഇൻഷുറൻസ് കാണും. അതുകൊണ്ട് ആ ഇൻഷുറൻസിൻ്റെ നമ്പരും കാര്യങ്ങളുമാണ് ആ ചെവിയിലിട്ടേക്കുന്നത്. പശുക്കളെ നിർത്തി മെഷീൻ്റെ സഹായത്തോടെ കറവയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈ തൊടാതെ കറക്കുന്ന മെഷീനായിരിക്കുന്നത്. കഴിവ് സാനിറ്റൈസ് ചെയ്ത ശേഷം അത് പിടിപ്പിക്കും. ഇതിപ്പം ഫാമിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള പാർക്കാണ്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഫാമിൽ പാർക്കും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 5 മണി വരെ ഉള്ളു പ്രവേശനം. ഇതിനോട് ചേർന്ന് തന്നെ കുതിര സവാരി നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എടോ, കയറി ഒരു മരത്തിന് മണ്ടക്കട വന്നേ. ഇത് ആദ്യം നമ്മൾ കണ്ടില്ലല്ലോ. സെറ്റായിട്ടുണ്ട്. മോഡേൺ ഏറുമാടം. അങ്ങനെ നമ്മൾ കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാമിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ നമ്മളൊരു വൈകിട്ട് വരുന്നതായിരിക്കും സൗകര്യം. കാര്യം 5 മണി വരെ ഇവിടെ പ്രവേശനം ഉണ്ടെന്ന് പറഞ്ഞാലും ടിക്കറ്റ് എടുക്കുന്നത് 5 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി നടന്ന് കണ്ട് ഒരു 6-7 മണിയാകുമ്പോൾ ഇറങ്ങി വന്നാലും മതി. 5 മണി വരെ പ്രവേശനം ഉള്ളൂ എന്ന് പറയുന്നത്, ടിക്കറ്റ് എടുക്കുന്ന ലാസ്റ്റ് 5 മണി വരെ ഉള്ളൂ. ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കാനൊക്കെ ഒരുപാടുണ്ട്. വെയിൽ നല്ല കട്ട വെയിലാണ്, കയറി നിൽക്കാൻ യാതൊരു സ്ഥലവുമില്ല. മരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല ചൂടാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.